മലയാള സിനിമയുടെ സ്ത്രീത്വമായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അഭിനേത്രിയാണ് ശ്രീവിദ്യ. ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയായിരുന്നുവെങ്കിലും സിനിമാ സീരിയൽ ഇൻഡസ്ട്രികളുടെ നിറസാന്നിധ്യമായി ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചത് കേരളക്കരയായിരുന്നു. തനിക്ക് മലയാളികൾ തരുന്ന സ്നേഹം അമൂല്യമാണെന്ന് ശ്രീവിദ്യ തന്നോട് പറഞ്ഞിരുന്നു എന്ന് ഈയിടെ അന്തരിച്ച തമിഴ് ചലച്ചിത്ര താരം മനോബാല വെളിപ്പെടുത്തിയിരുന്നു. ശ്രീവിദ്യയുടെ ജീവിതം അവരുടെ തന്നെ വാക്കുകളിൽ: ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നത് പരസ്പരം വഴക്കടിക്കുന്ന മാതാപിതാക്കളെയാണ്. രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളായിരുന്നു അവർ. രണ്ട് വഞ്ചികളിലെ യാത്രക്കാർ. ഒരേ സമയം ഇരു ദിശകളിലേക്ക് തുഴയുന്നവർക്കിടയിൽ ഒരു മകൾക്ക് എന്ത് സ്വസ്ഥത ലഭിക്കാൻ? പക്ഷെ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. ആ പൊരുത്തക്കേടുകളിൽ അമ്മയായിരുന്നില്ല തെറ്റുകാരി. എന്നിട്ടും സമൂഹത്തിനു മുന്നിൽ മകൾ അപഹാസ്യയാവാതിരിക്കാൻ എല്ലാം സഹിച്ച് അമ്മ ഒതുങ്ങിക്കൂടി. തിരിച്ചു പറയാൻ പാകമായപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, സ്നേഹമില്ലാത്ത അച്ഛനിൽ നിന്ന് അമ്മ എന്തുകൊണ്ട് ഡിവോഴ്സിന് ശ്രമിക്കുന്നില്ല? എന്നെ ഇറുകെ കെട്ടിപ്പിടിച്ച് ഒരു കരച്ചിലായിരുന്നു മറുപടി. കാരണമറിയില്ലെങ്കിലും അമ്മയുടെ സങ്കടം കണ്ട് ഞാനും കരഞ്ഞു. 12ാം വയസ്സിലോ മറ്റോ ആണ് ആ സംഭവം. അന്ന് നനഞ്ഞ കണ്ണുകൾ പിന്നീട് ഒരിക്കലും തോർന്നില്ല. അതാണ് നിങ്ങളറിയാത്ത ശ്രീവിദ്യ. എന്തായാലും പരസ്പരം ചേരാത്ത രണ്ടുപേർക്ക് ദീർഘകാലം ഒന്നിച്ച് ജീവിക്കാനാവില്ലല്ലോ. ഒരു ദിവസം അവർ വഴിപിരിഞ്ഞു. അതോടെ കുടുംബത്തിലെ വരുമാനം നിലച്ചു. അമ്മ സംഗീത കച്ചേരികൾക്ക് പോകുമായിരുന്നു. ആ പണം കൊണ്ടാണ് പിന്നീട് ജീവിച്ചത്. സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെയുണ്ടെങ്കിലും വരവറിയാതെ ചിലവാക്കുന്ന കൂട്ടത്തിലായിരുന്നു അമ്മ. ആര് സഹായം ചോദിച്ചാലും വാരിക്കോരിക്കൊടുക്കും. അമ്മ സമ്പാദിച്ച കാശൊക്കെ പല വഴിക്ക് ചിലവായിപ്പോയി. അന്ന് ഞാൻ ഡാൻസും മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ യാദൃച്ഛികമായി ശിവാജി ഗണേശൻ സാറിനൊപ്പം തിരുവരുൾ സെൽവനിൽ അഭിനയിക്കാൻ അവസരം വന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ആരാധികയായ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. ആ സിനിമയ്ക്ക് കുറച്ച് പൈസ പ്രതിഫലമായി കിട്ടി. അവിടുന്ന് അങ്ങോട്ട് അഭിനയം ജീവിതമാർഗമായി. വീട്ടിലെ സാഹചര്യങ്ങളിൽ അതല്ലാതെ മറ്റ് പോംവഴിയില്ലായിരുന്നു. തമിഴിൽ ധാരാളം സിനിമകൾ ചെയ്തെങ്കിലും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചത് മലയാളത്തിൽ നിന്നാണ്. കുമാരസംഭവത്തിൽ ഒരു നൃത്തരംഗത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ചട്ടമ്പിക്കവല എന്ന സിനിമയിൽ നായികയായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എല്ലാ ഭാഷകളിലും കൂടി 850 പടങ്ങൾ. അമേരിക്കയിലുള്ള ഒരു ശാസ്ത്രജ്ഞന് സിനിമകൾ കണ്ട് എന്നെ വല്ലാതെ ഇഷ്ടമായി. അദ്ദേഹം വിവാഹാലോചനയുമായി സമീപിച്ചു. അമ്മ അതിനെ ശക്തമായി എതിർത്തു. സാമ്പത്തികമായി ഞങ്ങൾ ഒരു നല്ല നിലയിൽ എത്തും വരെ അഭിനയിക്കുന്നതാണ് ബുദ്ധിയെന്ന് അമ്മ വാദിച്ചു. കുറഞ്ഞത് 2 വർഷം കൂടി അഭിനയിച്ചേ തീരൂ എന്ന് അമ്മ ശഠിച്ചു. അമ്മയെ തനിച്ചാക്കി സ്വയം രക്ഷപ്പെടാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അന്ന് ആ വിവാഹം നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിധി ഇതാവുമായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഗാഢമായി സ്നേഹിച്ചതും വിശ്വസിച്ചതും കമൽഹാസനെ മാത്രമായിരുന്നു. പക്ഷേ ഒരു ദിവസം കമൽ എന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളുമായി കമലിൻ്റെ വിവാഹം നടന്നു. നർത്തകിയായ വാണി ഗണപതി. കമൽഹാസനോടുള്ള വാശി തീർക്കാൻ ശ്രീവിദ്യ ജോർജ് തോമസിനെ വിവാഹം കഴിച്ചു. എന്നാൽ ആ ബന്ധവും അധികകാലം നീണ്ടുനിന്നില്ല. ഭർത്താവ് ജോർജ് തോമസിൻ്റെ ഉപദ്രവം ശ്രീവിദ്യയെ വല്ലാതെ വലച്ചു. വിവാഹമോചനത്തിനു വേണ്ടി വർഷങ്ങളോളം കോടതി കയറിയിറങ്ങേണ്ടി വന്നു. ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ജോർജ് തോമസ് ശ്രമിച്ചു. വിവാദങ്ങളും ഗോസിപ്പുകളും ഏറെക്കാലം ശ്രീവിദ്യയെ വിടാതെ പിന്തുടർന്നു. ശ്രീവിദ്യയുടെ തന്നെ വാക്കുകൾ: ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഒരു അന്യയെപ്പോലെ എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. പണവും സ്വത്തുക്കളും നഷ്ടമായതിൽ എനിക്ക് വിഷമം തോന്നിയില്ല. അത് നാളെയും ഉണ്ടാകും. എന്നാൽ ഭർത്താവിൽ നിന്നുള്ള ചതി അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങി. ആ വിഷമഘട്ടത്തിൽ അമ്മ എനിക്കൊപ്പം നിന്നു. ഞങ്ങൾ മാത്രമായ പഴയകാലം മടങ്ങി വന്നതിൻ്റെ സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അമ്മ എന്നെ ഊട്ടിയുറക്കി. കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകും പോലെ എനിക്ക് തോന്നി. ജീവിതത്തിൽ എല്ലാം മറന്ന് സന്തോഷിച്ചത് ആ 4 വർഷങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ അറിയിച്ചു. ഞാൻ വിഷമിക്കുമെന്ന് കരുതി അമ്മ എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. കരളിൽ ക്യാൻസർ ആയിരുന്നു അമ്മയുടെ അസുഖം. ആ വിവരം ഞാൻ അറിയുന്നത് അമ്മ മരിക്കുന്നതിന് 3 ദിവസം മുൻപ് മാത്രമാണ്. 1990-ൽ അമ്മ മരിച്ചു. പിന്നീട് ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു.
ഭ്രാന്ത് പിടിക്കുമെന്ന് പലപ്പോഴും ഭയന്നു. ആ അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ സഹായിച്ചത് സിനിമയാണ്. അഭിനയത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് എല്ലാം മറക്കാൻ പരമാവധി ശ്രമിച്ചു. ഇതിനിടയിൽ ഭർത്താവ് കൈയടക്കിയ സ്വത്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള നിയമയുദ്ധം ഒരു വശത്ത്. അതിൻ്റെ സംഘർഷങ്ങൾ എന്നെ വല്ലാതെ തളർത്തി. മാനസികമായി തകർന്ന ഘട്ടത്തിൽ ഒപ്പം നിൽക്കാനും സമാധാനിപ്പിക്കാനും ബന്ധുക്കൾ പോലുമില്ലാതെയായി. ഭർത്താവില്ലാത്ത സ്ത്രീ എന്നതായിരുന്നു അവർ എന്നിൽ കണ്ടെത്തിയ കുറ്റം. ഭർത്താവുമായുള്ള കോടതി വ്യവഹാരം ഏറെക്കാലമായി നടന്നിരുന്നു. ഒടുവിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു. നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു കിട്ടി. അതിൽ അമിതമായ സന്തോഷം തോന്നിയില്ല. പണം ഒരു കാലത്തും എൻ്റെ മുഖ്യ പരിഗണനാ വിഷയമായിരുന്നില്ല. ജീവിതം നഷ്ടപ്പെട്ട ഒരാൾക്ക് കുറേ സ്വത്തുക്കൾ ഉണ്ടായിട്ടെന്ത് കാര്യം? കോടതിയിൽ പോകുമ്പോൾ ഒന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാലശേഷവും നൃത്തവും സംഗീതവും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടണം. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ആത്മാവ് ധന്യമായി. സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിന് കീഴിലാക്കി നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. സ്വകാര്യമായി നഷ്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും ജീവിതം ഒരു പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. വിവിധ ഭാഷകളിലായി 800ഓളം സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. തമിഴത്തിയായ എനിക്ക് മലയാള സിനിമയുടെ പുഷ്കലകാലത്ത് പ്രധാനപ്പെട്ട നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. KG ജോർജ്, ഭരതൻ, പത്മരാജൻ, IV ശശി, ഹരിഹരൻ എന്നിങ്ങനെ മലയാളത്തിലെ വലിയ സംവിധായകരുടെയൊക്കെ നായികയായി. നസീർ സാറും മധു സാറും ഭരത് ഗോപിയും അടക്കം എത്രയോ വലിയ അഭിനേതാക്കൾക്കൊപ്പം അഭിനയിച്ചു. മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് 3 തവണ ലഭിച്ചു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2 തവണ ലഭിച്ചു. മറ്റൊരു നാട്ടിൽ 5 തവണ സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെടുക എന്നത് വലിയ സന്തോഷം പകർന്ന കാര്യമാണ്. ഗായിക എന്ന നിലയിലും ചെറിയ സംഭാവനകൾ നൽകാൻ സാധിച്ചു. കർണാടിക് സംഗീതജ്ഞയായ അമ്മയുടെ പാരമ്പര്യം നിലനിർത്താനുള്ള കഴിവൊന്നും എനിക്കില്ല. ആഗ്രഹം കൊണ്ട് പാടിപ്പോയ ഒരാളാണ് ഞാൻ. തമിഴ് ചിത്രമായ അമരനിലാണ് ആദ്യം പാടിയത്. പിന്നീട് മലയാളത്തിൽ അയലത്തെ സുന്ദരി, ഒരു പൈങ്കിളി കഥ, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, നക്ഷത്രത്താരാട്ട് അതിലൊക്കെ പാടി. അതിൽ ഏറ്റവും പ്രശസ്തമായത് ബാലചന്ദ്രമേനോനൊപ്പം പാടിയ ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ എന്ന ഗാനമാണ്. പ്രായമാണ് എന്നെ ചതിച്ചത്. ഇന്നുള്ള പക്വതയോ തിരിച്ചറിവോ ആളുകളെ വിലയിരുത്താനുള്ള കഴിവോ ഒന്നും ആ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. വെളുത്തതെല്ലാം പാലാണെന്ന് കരുതുന്ന ഒരു മനസ്സായിരുന്നു അന്ന്. ഒരന്യയെപ്പോലെ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്നു. പക്ഷേ അതിനും ഞാൻ കണ്ടെത്തുന്ന ഒരു ന്യായീകരണമുണ്ട്. നമ്മൾ 10 വയസ്സിൽ ധരിക്കുന്ന വസ്ത്രമല്ലല്ലോ 20 വയസ്സിലും 30 വയസ്സിലും ഇടുന്നത്. അന്നത്തെ ശരി അതായിരുന്നു. ഇന്ന് അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നു. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനാവില്ലല്ലോ. ജീവിതം എങ്ങനെ തിരുത്താൻ കഴിയും? സംഭവിച്ചത് സംഭവിച്ചു പോയില്ലേ. നട്ടെല്ലിനെ ബാധിച്ച ക്യാൻസറിൻ്റെ വേദനയിൽ പിടഞ്ഞ് മരണമെന്ന അവസാന രംഗത്തിലേക്ക് എത്തുമ്പോൾ ശ്രീവിദ്യയുടെ പ്രായം 53 വയസ്സായിരുന്നു. സിനിമയിൽ 36 വർഷം പിന്നിട്ടിരുന്നു അപ്പോഴേക്കും അവർ. എങ്കിലും മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മികച്ച അഭിനേത്രിയെ സംബന്ധിച്ച് കരിയറിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ തുടക്കകാലമാണല്ലോ ആ പ്രായം. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ ശ്രീവിദ്യ പോയി. 2006 ഒക്ടോബർ 19-നായിരുന്നു ആ വിയോഗം. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ നടി ശ്രീവിദ്യയുടെ രോഗം സുഖപ്പെടുത്താനാവുമായിരുന്നുവെന്ന് അവരെ ചികിത്സിച്ച ഓങ്കോളജിസ്റ്റ് ഡോക്ടർ M. കൃഷ്ണൻ നായർ തൻ്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവസാന കാലത്ത് ശ്രീവിദ്യ തൻ്റെ സ്വത്ത് ഒരു ട്രസ്റ്റിന് കീഴിലാക്കിയിരുന്നു. ശ്രീവിദ്യയുടെ ആരോഗ്യനില മെച്ചപ്പെടുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും മരുന്നുകൾ വാങ്ങാൻ ശ്രീവിദ്യ ട്രസ്റ്റ് തയ്യാറായില്ലെന്ന് റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ M. കൃഷ്ണൻ നായർ അടുത്തിടെ പുറത്തിറക്കിയ തൻ്റെ പുസ്തകത്തിൽ അവകാശപ്പെടുന്നു. ശ്രീവിദ്യയ്ക്ക് ശ്വാസകോശത്തിന് താരതമ്യേന കുറഞ്ഞ പാർശ്വഫലങ്ങൾ മാത്രമുള്ള ഒരു പുതിയ മരുന്ന് നൽകാൻ RCCയിലെ ഡോക്ടർമാർ തീരുമാനിച്ചതായി ഡോക്ടർ കൃഷ്ണൻ നായരുടെ മലയാളത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്. ഒരു കുത്തിവയ്പ്പിന് ഏകദേശം 1 ലക്ഷം രൂപ ചിലവാകുമെന്നതിനാൽ ഡോക്ടർമാർ നടിയോട് ചെലവ് വഹിക്കാമോ എന്ന് ചോദിച്ചു. തുടർന്ന് ശ്രീവിദ്യ തൻ്റെ എല്ലാ സ്വത്തുക്കളും തൻ്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ചികിത്സാ ചെലവുകൾ ആ ട്രസ്റ്റ് വഹിക്കുമെന്നും ഡോക്ടർമാരെ അറിയിച്ചുവെന്ന് ഡോക്ടർ പുസ്തകത്തിൽ അവകാശപ്പെടുന്നു. ട്രസ്റ്റ് അംഗങ്ങളുമായി ഡോക്ടർമാർ ബന്ധപ്പെട്ടെങ്കിലും
മരുന്നുകളുടെ വലിയ ചെലവ് താങ്ങാൻ കഴിയില്ലെന്നും മറ്റു തരത്തിലുള്ള ചികിത്സകൾ നടിക്ക് മതിയെന്നും അവർ പറഞ്ഞതായി അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു. ആകർഷകമായ വ്യക്തിത്വത്തിനും സുന്ദരമായ രൂപത്തിനും പേരുകേട്ട നടിക്ക് ക്യാൻസർ ചികിത്സയെക്കുറിച്ച് ആശങ്കകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു. ക്യാൻസർ രോഗം മൂർച്ഛിച്ച ശ്രീവിദ്യയെ അവസാന കാലത്ത് നോക്കിയിരുന്നത് കേരളത്തിലെ അവരുടെ ഒരു വെൽവിഷറായിരുന്നു. അവരോട് മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ കമൽഹാസനെ കാണണമെന്നതായിരുന്നു അവരുടെ അവസാന ആഗ്രഹമായി പറഞ്ഞത്. അസുഖമായി പോയതിനു ശേഷം അവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും ശ്രീവിദ്യയുടെ ആഗ്രഹം അറിഞ്ഞ് കമൽഹാസൻ ശ്രീവിദ്യയെ കാണാൻ ചെന്നു. എന്തോ ചെറിയ രോഗമാണ്, പോയി കണ്ടിട്ട് വരാം എന്ന് കരുതി ചെന്ന കമൽഹാസൻ ശ്രീവിദ്യയെ കണ്ട് ഞെട്ടിപ്പോയി. ഒരു ദേവതയെപ്പോലെ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന ശ്രീവിദ്യ ഉരുകിപ്പോയി എന്നൊക്കെ പറയും പോലെ മെലിഞ്ഞു ചുരുങ്ങി കട്ടിലിൽ കിടക്കുന്നു. ഒന്നും സംസാരിക്കാതെ കമൽഹാസൻ കരയാൻ തുടങ്ങി. കമൽഹാസൻ അതേക്കുറിച്ച് പിന്നീട് ആരോടും അപ്പോഴൊന്നും സംസാരിച്ചിട്ടില്ല. രോഗം മൂർച്ഛിച്ചതിന് ശേഷം ശ്രീവിദ്യയെ ആരും കണ്ടിട്ടില്ലായിരുന്നു. ശ്രീവിദ്യയ്ക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ലായിരുന്നു. 2 വർഷത്തോളം ക്യാൻസറിനോട് പോരാടിയ ശേഷം 2006 ഒക്ടോബറിലാണ് ശ്രീവിദ്യ മരണപ്പെടുന്നത്. അസുഖം മൂർച്ഛിച്ച ശ്രീവിദ്യയെ കമലൊഴികെ മറ്റൊരാളും കണ്ടില്ല. മരണശേഷം ശരീരം മുഴുവൻ മൂടിയ നിലയിലാണ് പൊതുദർശനം പോലും നടത്തിയത്. ജനിച്ച നാടായ തമിഴ്നാടിന് സ്വപ്നം പോലും കാണാനാകാത്ത വിധം എല്ലാവിധ ബഹുമതികളോടും ആചാരവെടിയോടും കൂടി കേരളം അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി. ശ്രീവിദ്യ ഒരു താരമായിരുന്നു. നായികയായിരുന്നപ്പോഴും പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്ക് വന്നപ്പോഴും ആ താരപദവി ഉലഞ്ഞിട്ടില്ല. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾക്ക് തനതായ ഒരു മനോഹാരിതയും പ്രാധാന്യവും പകരുന്നതായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളിലേക്കായിരുന്നു എക്കാലവും സംവിധായകർ ശ്രീവിദ്യയെ പരിഗണിച്ചിരുന്നത്. അപ്രധാനമായ ആർക്കും വഴങ്ങുന്ന വേഷങ്ങളിലേക്ക് ക്ഷണിക്കേണ്ടതല്ല വിദ്യാമ്മയുടെ പ്രതിഭ എന്ന ബോധ്യം ഓരോരുത്തരിലും ഉണ്ടായിരുന്നു.